അപ്പു, ഈ കൺഫ്യൂഷന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പറയാൻ മറന്നുപോയി. വാ, നമുക്ക് കഴിക്കാം. മേമ, എനിക്ക് വേണ്ട. ഇറ്റ്സ് ഓക്കെ. അതെന്താ നിനക്ക് വേണ്ടാത്ത? അയ്യോ മേമ, ഞാൻ ഹെവി ആയിട്ട് കഴിച്ചതാ. സോ പ്ലീസ് വേണ്ട. എന്ത് ഹെവി ആയിട്ടുണ്ടെന്ന്? സാധാരണ നീ വളരെ ലൈറ്റ് ആയിട്ടല്ലേ കഴിക്കാറ്. നോക്ക്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കാൻ നോക്കരുത്. നീ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാം. പ്ലീസ്. റാം, അനി ഒരാള് മാത്രം മതി എനിക്ക്. നീയും കൂടി ഇനി വാശി പിടിക്കാൻ നിൽക്കണ്ട. മേമ, വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി കഴിക്കില്ലേ? എന്തോ എന്റെ വയറിനൊരു സുഖമില്ല. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഗുഡ്. നോക്ക്, എനിക്കും എന്റെ സമാധാനത്തിന് വേണ്ടി ഒരു 2 ഉരുള കഴിച്ചിട്ട് പോരെ? ഓക്കെ അല്ലേ? സാധന, എല്ലാരെയും ഭക്ഷണത്തിന് വിളിക്ക്. മേമ പ്ലീസ് വേണ്ട. വാ. വേണ്ട വേണ്ടെന്നും പറഞ്ഞു. മേമ, എനിക്കിപ്പോ ഒന്നും വേണ്ട പ്ലീസ്. ദേ, കാല് വയറുമായിട്ട് കിടന്ന ഒരു പ്രാവിന്റെ തൂക്കം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയൂന്ന് പറയുന്നത്. വെറുതെ എന്തിനാ ചിരിക്കുന്ന? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. അത് പട്ടിണി കിടക്കുന്നവർക്കല്ലേ മേമ. ഞാനിപ്പോ ഓൾറെഡി ഫുള്ളോ? എന്ത് ഫുള്ള്? അത് നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്? ഇരുന്നേ. അല്ല, മലേഷ്യയിൽ നീ ഇങ്ങനെ തന്നെയായിരുന്നോ? നിനക്ക് വേണ്ടി പിന്നെ ആര് ഭക്ഷണം കഴിക്കൂന്നാ? മുത്തശ്ശൻ പഠിപ്പിച്ചെന്ന പ്രിൻസിപ്പൾസ് ഒക്കെ ഇങ്ങനെ മറക്കാവോ? വിളമ്പി വെച്ചതൊക്കെ കഴിച്ചിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂ, അല്ലാതെ നീ പോവില്ല. റാം, അയ്യ, നീ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് ഡൈനിങ് ടേബിളിൽ വരുന്നുണ്ട്. നിനക്കറിയോ, നീ ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ നല്ലൊരു പൊസിഷനുണ്ട്. അല്ലേ ഭാർഗവി? ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ആഹാരം കഴിക്കേ. ഞാൻ ചുമ്മാ ഒരു കമ്പനി തന്നെ വിട്ടിരിക്കാം. ഓ, ചുമ്മാ കമ്പനി തന്നിരിക്കല്ലേ? വയറിന് സുഖമില്ലേ? നോക്കച്ചാ, ഭക്ഷണം വേണ്ട വേണ്ടെന്നും പറഞ്ഞു ഒന്നും കഴിക്കാതെ നടക്കുക. എന്താവോ? ഓ, ഉച്ചക്ക് നീ എന്താ കഴിച്ചേ? എന്താടാ? മുത്തച്ഛ, അതൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ എന്നെ ഫോഴ്സ് ചെയ്യല്ലേ. എന്റെ വയർ ഇപ്പൊ തന്നെ ഫുള്ളാ. പ്ലീസ്. നോക്കറാം, ഞാൻ പറയുന്നത് കേക്ക്. ഒരു 2 സ്പൂൺ കഴിക്കേ. മേമ, ഇന്നൊരൊറ്റ ദിവസം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് മുത്തച്ഛ. ഗുഡ് നൈറ്റ്. കള്ളൻ എന്റെ അടുത്ത് അവന്റെ കണ്ണു പൊത്തിക്കളി. നോക്കച്ചാ, നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോളെ ഞാനിപ്പോ വന്നേക്കാം. അച്ഛാ, അച്ഛാ. ഭാർഗവി, ഡോക്ടറിന് ഫോൺ ചെയ്യണോ? അല്ല, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ. അയ്യോ പാവം, റാമിന് ഗ്യാസ് ട്രബിൾ ആണെന്ന് തോന്നുന്നു. അല്ല, നീ വിളിച്ചിട്ടും നിന്റെ വാക്ക് കേൾക്കാതെ അവൻ പോയല്ലോ. പാവം. എന്തിനെങ്ങനെ വായി നോക്കി നിൽക്കുന്നേ? കൊടുക്ക്. ആ, വിളമ്പ്. വേണ്ടി വന്നാ ഞാൻ ഒറ്റയ്ക്കും ബാറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കും മുൻപ് ഞാൻ പറഞ്ഞത് കേട്ടോണ്ടിരുന്നവൻ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് പോകുന്നു. കൊള്ളാം. എന്റെ അമ്മോ, കഴിച്ച ഓരോ ഫ്ലേവർ ഓരോന്നോരോന്നിട്ട് പുറത്തേക്ക് വരുവാണല്ലോ. സീതയാണല്ലോ കോൾ ചെയ്യാൻ പറ്റുമെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായിരിക്കും കാര്യം? ഹലോ, ബിസിയാണോ? ഹേയ്, ഇല്ല, പറഞ്ഞോ. നിനക്കിവിടെ വാടക എത്രയാ? നീ ഇപ്പൊ നിൽക്കുന്ന വീടില്ലേ, അതിന്റെ വാടക എത്രയാന്നാ ചോദിച്ചേ. അത് നീ ഇപ്പൊ ഉള്ളത് വാടക വീട്ടിൽ തന്നെയല്ലേ? അതെ അതെ. ഒരു മിനിറ്റ്. ഹലോ, ഒരു വീടിന് എത്ര വാടക വരും? 1 BHK. 1 BHK എത്രയാടാ? അത് നീ തന്നെയല്ലേ പറഞ്ഞ 1 BHK എന്ന്? നിന്റെ കാല് ഞാൻ പിടിക്കാൻ. വാടക എത്രയെന്ന് പറയടാ. റോഡിൽ നിൽക്കണോ ഞാൻ? നിന്റെ പ്രശ്നം എന്താന്ന് പറയടാ. ഹലോ റാം, കേൾക്കുന്നില്ലേ? എടാ, ഒരു മിനിറ്റ്. ആ സീത, ഒരു ചെറിയ ജോലി. ഒരു മിനിറ്റ്, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. ഹലോ, ഒരു 15,000. 15,000. ഓക്കെ. നീ ഒന്ന് ഹോൾഡ് ചെയ്യ്. ആ സീത, സോറി, കുറച്ച് ബിസി ആയി പോയി. വാടക അല്ലേ? 15,000. എന്ത്? 15,000 രൂപയോ? കുറഞ്ഞു പോയോ? അത് കുറഞ്ഞു പോയോന്നോ?
അപ്പൊ നീ എന്താ കഴിക്കുന്നേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? കിട്ടുന്നതൊക്കെ വാടക കൊടുക്കാനാണെങ്കിൽ പിന്നെ കഴിക്കാനും ബാക്കി ചെലവിനൊക്കെ നീ എന്താ ചെയ്യാ? അതെ അല്ലേ, എന്ത് ചെയ്യാനാ, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ദൈവമേ, ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനാണോ 15,000 രൂപ വാടക? എനിക്കതൊന്നും കഴിയില്ല കേട്ടോ. ഇല്ല, താൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ വീട് നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതാ ചോദിച്ചേ. ഓ, ഓക്കെ. 10,000 രൂപ. കൂടിപ്പോയാ ഒരു 11,000 രൂപ. അതിൽ കൂടുതലായി പോയാ എനിക്ക് സത്യമായിട്ടും പറ്റില്ല. ഇവിടെ എല്ലായിടത്തും ഭയങ്കര കോസ്റ്റ്ലി ആണ് റാം. പുതിയൊരു സ്ഥലത്തേക്ക് വന്നാ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല റാം. എനിക്ക് സിഹിയെ പറ്റി ആലോചിക്കുമ്പോഴാ. ഞങ്ങൾക്കാണെങ്കിൽ ലോൺ അടയ്ക്കാനും അധികം സമയമില്ല. വീട് മാറിയേ പറ്റൂ. അതിനൊക്കെ മുമ്പ് വീടിന് വാടക കണ്ടുപിടിക്കണം. എല്ലാം കൂടെ ആലോചിച്ച് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിഹിയുടെ സ്കൂളിന്റെ അടുത്ത് തന്നെ കിട്ടിയാ കൊള്ളാന്നാ. ഈ സമയത്ത് അവക്കും സ്കൂൾ മാറുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു മിനിറ്റ്. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? തന്റെ വീടിനൊന്നും സംഭവിക്കില്ല. താൻ അവിടെ തന്നെ ജീവിക്കും. യു ഡോണ്ട് വെറി. വീടിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണോ നമുക്ക് ട്രൈ ചെയ്യാം. പാവം, എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിന്റെ തലയിൽ വെച്ച് തരുവാണല്ലോ. വീട് എവിടെയെങ്കിലും വാടകയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ പ്ലീസ്? ഹലോ. സീത, സോറി, ഒരു മിനിറ്റ്. വൺ മോർ സ്മോൾ വർക്ക്. എന്താടാ? വാടക റേറ്റ് ഒക്കെ ഫിക്സ് ആയോ സാർ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ആവശ്യമില്ല, ഫോൺ വെച്ചു. ആടോ സീത, പറ. എന്തു പറ്റി? നിന്റെ എക്കിളി ഇതുവരെ നിന്നില്ലേ? നോ, ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ. വാടക വീട് എവിടെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ എന്നോട് പറയണോ കേട്ടോ. ഷുവർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീതമ്മ, എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കണ്ട. ഓർത്താ എന്റെ ഫ്രണ്ടിന്റെ കിട്ടാൻ ഒരിക്കലും നിൽക്കില്ല. നിന്റെ വീട് നഷ്ടപ്പെടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഹലോ. എടാ പൊട്ടാ, എന്താ നിനക്ക് പണി? ആമയുടെ പല്ല് തേച്ചോണ്ടിരിക്കുക. എന്താന്ന്? വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കോള്. ഞാൻ പറഞ്ഞത് എന്താ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഓ, രാത്രി കിടക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞതല്ലേ? ഇന്നൊരു മൂഡില്ല, നാളെ ആവട്ടെ. ഏയ്, ഫോണിലൂടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സൂരി? അതെ, റാമിനെ ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്ക, എനിക്ക് മുത്തശ്ശനാകാൻ വേണ്ടി. എന്നിട്ട് സംഭവിക്കുന്നത് എന്താ? പിന്നെയും തുടങ്ങിയോ? വാ അടച്ച് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ശരി, പറയളിയാ. നമ്മുടെ ഭാർഗവി കഷ്ടപ്പെട്ട് 2 ആലോചന കൊണ്ടുവന്നു. പക്ഷേ അവൻ അത് 2 സമ്മതിച്ചുമില്ല. ഈ രാമനുണ്ടല്ലോ, രംഭേ മേനക എന്നും കണ്ട വളയുന്ന കുട്ടിയൊന്നും അല്ല. ഇവനെ ഒരു സീതയെ തന്നെ വേണം. അപ്പോ ഈ വയറുവേദനയും ഭക്ഷണം വേണ്ടായകയും എല്ലാം ഉണ്ടാവും. രംഭ, മേനക, വയറുവേദന, ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിട്ടാ സൂരി? നീ ഒന്നും ആലോചിക്കണ്ട. രാമന് സീത തന്നെയാണ് ഫിക്സ്. ഒരു വട്ടം കൊണ്ട് പറഞ്ഞേ. കോപ്പി പേസ്റ്റ്. സത്യം പറ, അങ്ങനെ ഒരു കുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോടാ? നീ ഒന്ന് മൂളിയാ മതി. നാളെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി അവളുടെ അച്ഛനും അമ്മയും കണ്ട് നമ്മുടെ ചെക്കന് കന്യാദാനം നടത്തി പുണ്യം നേടാനായിട്ട് പറയാലോ. കന്യാദാനമോ? ആ പെണ്ണിന് ഓൾറെഡി ഒരു മകളുണ്ടല്ലോ സൂരി. എന്താടാ നീ മിണ്ടാതിരിക്കുന്നേ? സൂരി, വരുന്നവരെന്തായാലും വരുമല്ലോ, നമ്മൾ എന്തിനാ ധൃതി കൂട്ടുന്നേ? ഈ സമയത്തും ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല പിന്നെ എനിക്ക് ധൃതിയുണ്ട്. എത്ര ദിവസമാന്ന് വെച്ചിട്ടാ കാത്തിരിക്കുക. നമ്മുടെ ചെക്കൻ
ആർക്കോ മനസ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി അവളെങ്ങാനും ആണോ? ആ പെണ്ണിന്റെ വീട്ടിലെ ഞാൻ തന്നെ പോയി സംസാരിച്ചോളാം. സൂരി, ഞാൻ റാമിന് വേണ്ടിയിട്ടാ പറയുന്നത്. രണ്ട് കൈയും ചേരുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാകൂ. ഇപ്പോ നേരെ അങ്ങോട്ട് പോയി കല്യാണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് വെയിറ്റ് ചെയ്യ് സൂരി. നിങ്ങൾ എന്തിനിങ്ങനെ തിടുക്കം കാണിക്കുന്നേ? അവൻ വീടിന്റെ ബ്രോക്കറാക്കി, നീയാണെങ്കിൽ കല്യാണ ബ്രോക്കറാക്കുന്നു. എനിക്ക് വയ്യ ഈ മുത്തശ്ശനെ കൊച്ചുമനെ കൊണ്ട്. എന്താടാ തിരുവൂർത്തോടിരിക്കുന്നേ? ധൃതി പിടിക്കരുത് എന്നതിനെ കുറിച്ച് കുമാരനാശൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുമായിരുന്നു. അതും പറഞ്ഞിട്ടുണ്ട്. സമയത്തിന് എങ്ങനെ കൃത്യമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ സൂരി, അതല്ലേ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൻ അവിടെ സാധാരണ എംപ്ലോയി പോലെ നാടകം കളിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ തന്നെ ഇതൊക്കെ വേണോ? ഇപ്പൊ പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോയാ ഇവനാണ് ഇതിന്റെ ബോസ്, നോർമൽ എംപ്ലോയി അല്ല എന്ന സത്യം പറയേണ്ടി വരില്ലേ? 1 by 1 ആയിട്ട് എല്ലാം നടന്നോളും. നിക്ക്, ഇപ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ്. കട്ടാക്കിയോടാ നീ. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. മാളിക മുകളിലെറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇതിപ്പോ വല്ലാത്തൊരു ടെൻഷനായല്ലോ. സൂര്യയുടെ മുമ്പിലെ തമാശയ്ക്ക് റാമൻ എന്ന് കളിയാക്കിയപ്പോ ഇവരിത് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. ഇനിയിപ്പോ എങ്ങനെ പറയും സീത ഒരു സിംഗിൾ മദർ ആണെന്ന്? സീതമ്മ, ആ ഏതോ ലെറ്റർ വന്നിട്ടുണ്ടേ. ആ നിക്ക് നിക്ക്, ഞാൻ ദേ വരുന്നു. തന്നെ സിഹി, തന്നെ സിഹി. കളിക്കാൻ നിക്കല്ലേ, അതിങ്ങ് താ. ഭയങ്കര ഇമ്പോർട്ടന്റാ. താ താ സിഹി, അതിങ്ങ് തന്നേക്കേ. സിഹി സിഹി, ഞാൻ മുത്തശ്ശീന്റെ അടുത്തേക്ക് പോവാ. ഈ സമയം കൊണ്ട് സീതാമേഡത്തിന്റെ കോള് വരേണ്ടതാണല്ലോ. സീതാമേഡം സൂപ്പറാ മേഡം. ഇതിനെയാ ടൈമിംഗ് എന്ന് പറയുന്നത്. ഹലോ സർ. ഹലോ, RP സ്പീക്കിംഗ്. സർ, ഞാൻ സീതയാ സംസാരിക്കുന്നത്. സീതാ മേഡം പറയൂ. സർ, ബാങ്കിൽ നിന്ന് വീണ്ടും റിമൈൻഡർ നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ ബാങ്കിന്റെ കാര്യമൊക്കെ അങ്ങനെയാ. അലാറംസ് സ്നൂസ് ചെയ്യുന്ന പോലെ മണിക്കൂറിൽ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നോട്ടീസിൽ പറഞ്ഞേക്കുന്ന സമയത്തിനുള്ളിൽ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന അതിൽ പറയുന്നത്. ഓ, ഐ സീ. അത്ര പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ സർ? ഒരുപക്ഷെ ഒരു ബയറിനെ കിട്ടിയാൽ പോലും ഓൾറെഡി ലോണിലുള്ളൊരു വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല സർ. സീതാ മേഡം, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാനുണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ബൈ ദ വേ, നിങ്ങൾ വീട് മാറാൻ തീരുമാനിച്ചല്ലേ? അതൊരു നല്ല തീരുമാനം. വീട് നല്ലൊരു വിലയ്ക്ക് ആരെങ്കിലും വാങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യു ഡോണ്ട് വറി, ഓക്കെ? താങ്ക് യു സർ. താങ്ക് യു ഒക്കെ എന്തിനാ? ഇറ്റ്സ് ഓക്കെ. മാറ് മാറ്. എനിക്കും അത് തന്നെയാ വേണ്ടത്. ഒരു ഭാഗത്ത് സീതാ മേഡം, മറ്റൊരു ഭാഗത്ത് വീട്. രണ്ടും എനിക്കുള്ളതാ.
പരിപൂർണത. പുസ്തകം തുറന്നു വച്ചാൽ മസ്തകത്തിൽ മുത്തുകളാ, ഭ്രാന്തന്റെ സ്വപ്നങ്ങൾ പൊഴിയുന്ന മുത്തുകളാ. എന്തും പരിപൂർണമാകുന്നത് അതിനോടുള്ള വീക്ഷണം കൊണ്ടാ, ശാസ്ത്രം പറയുന്നത് കൊണ്ടല്ല. അത് മനസ്സിലാക്കുക. രാമ, ഇത് കേട്ടോടാ. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം, ചിപ്പിയിൽ നിന്ന് കിട്ടുന്ന മുത്ത്, ഭ്രാന്തിൽ നിന്നുണ്ടാവുന്ന അറിവ്, മരം കൊഴിച്ചിട്ട പൂവ്, പരിപൂർണമാകുന്നത് അതിനോടുള്ള വീക്ഷണം കൊണ്ട് മാത്രമാണ്. അത് ശാസ്ത്രമായതുകൊണ്ടല്ല. നമ്മൾ നമ്മളോട് സത്യം കാണിക്കണം, ധാരാളം അല്ലേ മുത്തശ്ശ? അതിനേക്കാൾ കഷ്ടമുള്ള മറ്റൊരു കാര്യമില്ലല്ലോ. എന്നോടെന്തോ കാര്യം പറയാമെന്നല്ലോ, അതെന്താ? അഡ്വാൻസ് സാലറിയെ കുറിച്ചാ. എംപ്ലോയീസിന് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അഡ്വാൻസ് സാലറി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് പ്രൊസീഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. മുത്തശ്ശൻ ഓക്കെ അല്ലേ? അതിന്റെ ഉത്തരം ഈ പുസ്തകത്തിലുണ്ടല്ലോ. നോക്ക്, ഒരു കാര്യമില്ലാതെ നീ ആർക്കു വേണ്ടി ഒന്നും ചെയ്യില്ല. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് കൂടാതെ ആത്മസംതൃപ്തി എന്നൊരു കാര്യമുണ്ടല്ലോ, നീ നോക്കിക്കോ. ബിസിനസ്സില് ഇമോഷന് സ്ഥാനമില്ല എന്ന് കരുതുന്ന ആളാ ഞാൻ. പക്ഷേ മുത്തശ്ശന് ഇമോഷനേക്കാൾ പൈസക്ക് സ്ഥാനം കൊടുക്കുന്ന ആളാന്ന് കരുതണ്ട. യെസ്, പൈസ മുഖ്യ, പക്ഷേ ഇമോഷനെ നമുക്ക് പൈസ കൊണ്ട് അളക്കാൻ കഴിയില്ലടാ. എന്നാലും മൈൻഡ് ഇറ്റ്, വി ആർ ഡൂയിങ് ബിസിനസ്. അത് നീ മനസ്സിലാക്കിയാ മതി. ഷുവർ മുത്തശ്ശ, ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശ, ഞാൻ അടുത്ത കവിത വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിനക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയാം. നിന്റെ മനസ്സിലെന്തോ ഉണ്ടല്ലോ. അത് ടിഫിൻ ബോക്സ്. മുത്തശ്ശ, അവൾ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ബോക്സാ അത്. പ്ലീസ്, അതെവിടെയാണെന്ന് പറ. അതെയോ? അതേന്നേ. അതെവിടെയാ വച്ചെന്നൊരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ശരി, സാരമില്ല, പോട്ടെ. എന്താ മോളെ, ഇന്ന് ലേറ്റ് ആയി പോയോ? നിന്റെ അമ്മ പാവ ഇന്ന് ഓഫീസിലെത്താൻ ലേറ്റ് ആവുമല്ലോ. ഇല്ല മുത്തശ്ശി, നേരത്തെ തന്നെയാ. അതെയോ? പിന്നെന്താ നിന്റെ അമ്മ തിരക്ക് പിടിച്ച് ഓടിപ്പോയത്? വീടിന്റെ മുമ്പിൽ ലെറ്റർ വന്നു വീണു, അത് കണ്ടട്ടാ സീതമ്മ അർജന്റായിട്ട് ഇവിടുന്ന് പോയത്. എന്ത് കാര്യം മുത്തശ്ശ? പാവല്ലേ സീത, ഒറ്റയ്ക്ക് അതെങ്ങനെ ശരിയാക്കും എന്തോ. ബാംഗ്ലൂരില് 2 പേര് സമ്പാദിച്ചാലും മതിയാവില്ല. നമുക്ക് പെൻഷൻ എങ്കിലും കിട്ടുന്നുണ്ട്, വീടിന് വാടകയും ഇല്ല, അല്പസ്വല്പം കൂട്ടിവെച്ച പൈസയും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരാളുടെ ശമ്പളം കൊണ്ട് സീതയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്ന് വെച്ചാൽ എന്താ? ഓ, ജോലി ചെയ്താ പൈസ കിട്ടുവോ? അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ജോലി ചെയ്യണോ മുത്തശ്ശ? സിഹി, റൈമിംഗ് വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ശൈലജ മാം ചോദിക്കുമല്ലോ. ഇല്ലടാ. ഹായ്, സ്കൂളിലേക്ക് നടക്കുമ്പോ അങ്ങ് പഠിച്ചാ പോരെ? നടക്കാൻ നോക്ക്. ബൈ മുത്തശ്ശി. ബൈ. അഡ്വാൻസ് 20,000 വാടക, കറണ്ട് ബില്ലിന്റെ അറിയില്ല, വാട്ടർ ബില്ല് സെപ്പറേറ്റ്. ഓക്കെ ആണെങ്കിൽ 5,000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം. സർ, റെന്റ് ഇത്തിരി കൂടുതലാണ്, ഒരിത്തിരി കുറയ്ക്കാൻ പറ്റുമോ? എത്ര പേരുണ്ട്? ഫാമിലി ആണോ? ഇല്ല സർ, ഞാനും എന്റെ മോളും മാത്രം. നിന്റെ അദ്ദേഹോ? അത് നിന്റെ ഹസ്ബൻഡോ? ഇല്ല സർ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വീട് കിട്ടിയത് തന്നെ വലിയ കാര്യം മോളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ നോക്ക്. ഹലോ ഹലോ സീതെ, എന്തു പറ്റി? വേറെ വീടൊന്നും ശരിയായില്ലേ? എന്റെ ബഡ്ജറ്റിൽ ഒരു വീടേ കിട്ടുന്നില്ല. മാത്രമല്ല, ലക്ഷങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നത്. 18,000 തൊട്ട് 20,000 വരെയാ വാടക. എനിക്കും എന്റെ മോൾക്ക് നിൽക്കാൻ ഒരു റൂമും കിച്ചണും ധാരാളം. അത്രയും ചെറിയ പൈസക്ക് എന്റെ ഏരിയയിൽ ഒരു 6th ഫ്ലോറോ 5th ഫ്ലോറോ കിട്ടും.
പക്ഷെ നീ നിന്റെ മോളെയും കൊണ്ട് ആ ഏരിയയിലൊക്കെ എങ്ങനെയാ നിക്ക? എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. നിങ്ങളുടെ ഏരിയയില് ഒരു 10-13 രൂപയ്ക്കൊക്കെ കിട്ടുന്ന വീടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്നോട്? ശരി സീതെ, ഞാൻ എല്ലാരോടും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. താങ്ക് യു. അല്ല, തനിക്ക് 2 ദിവസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ? നല്ലതെന്തെങ്കിലും ആണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടാ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? എന്തിനാ താൻ എല്ലാത്തിനും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? എന്താന്ന് വെച്ചാ എനിക്കൊരു മോളുണ്ട്. അവൾക്ക് ഇപ്പോഴും ഈ ലോകത്തെ പറ്റി ഒന്നും അറിയില്ല. എപ്പോഴെങ്കിലും ഞാൻ ഇവിടുന്ന് ലേറ്റ് ആയിട്ട് പോയാ അച്ഛന്റെ അമ്മയുടെയും വീട്ടിലായിരിക്കും. അവര് വളരെ നന്നായിട്ട് തന്നെയാ നോക്കുന്നേ. സ്കൂള്, ക്ലിനിക്ക് എല്ലാം അതിനടുത്ത് തന്നെയല്ലേ. ഇപ്പൊ വീട് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോ അവളുടെ പ്രപഞ്ചം തന്നെ ചേഞ്ച് ചെയ്യുന്ന പോലെയാ. എല്ലാത്തിനും എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. സ്റ്റേ കാം. സീത, ഇന്ന് നിനക്ക് എന്തായാലും അഡ്വാൻസ് സാലറി കിട്ടും. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. നിന്റെ വീട് ഒരിക്കലും നിനക്ക് നഷ്ടമാവില്ല.